നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ട്രോളിനടിയിൽ ചിരി പടർത്തുന്ന കമന്റുമായി എം മണി. അരുൺകുമാറിനെതിരെ വ്യാജ സ്ക്രീൻഷോട്ടുമായി ഞരമ്പന്റെ ഫാൻസ് അസോസിയേഷൻ. എന്തായാലും വാർത്തയിലേക്ക് വരും മുമ്പ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഇങ്ങനെയാണ് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. പറമ്പിലാണ് മാങ്കൂട്ടം വളരുന്നത്. ഷാഫി പറമ്പിലിനെയും കൂടി ട്രോളിക്കൊണ്ട്, ഷാഫി പറമ്പിലിനെയും മാങ്കൂട്ടത്തിനെയും ഒരുമിച്ച് ട്രോളിക്കൊണ്ടാണ് വി ശിവൻകുട്ടി ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത്. അപ്പോ എം മണി പറയുന്നു, അണ്ടിയോട് അടുത്താലേ മാങ്ങയുടെ പുളി അറിയൂ എന്നൊരു ചൊല്ലുണ്ട് എന്ന്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ കമന്റുകൾ വലിയ തോതിൽ തന്നെ ചർച്ചയാണ്. ഈ ഒരു ട്രോളിൽ ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ പറമ്പിൽ എന്ന് ഉദ്ദേശിച്ചത് ഷാഫി പറമ്പിലിനെയാണ്. ഷാഫി പറമ്പിൽ ബീഹാറിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ പറമ്പ് തന്നെയാണല്ലോ ഈ മാങ്കൂട്ടത്തെ വളർത്തിയത്. അതായത് പൊതുവെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയുന്ന ഒരു സമീപനവും സ്വീകരിച്ചില്ല. അതായത് അവരുടെ പാർട്ടിയിലുള്ള എല്ലാവരും, സ്ത്രീകൾ ഒന്നടക്കം തള്ളിപ്പറയുന്ന സാഹചര്യത്തിലും ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് ഷാഫി പറമ്പിൽ എം പി സ്വീകരിച്ചത്. ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ നിരാശാജനകമെന്ന് പറയട്ടെ, ഷാഫി പറമ്പിൽ ഇദ്ദേഹത്തെ പിന്തുണച്ചോടുകൂടി തന്നെ ഇവരൊക്കെ തമ്മിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ള കാര്യം കൂടി നമ്മളിപ്പോ മനസ്സിലാക്കുകയാണ്. പല നേതാക്കളും ഒക്കെ പറഞ്ഞത്, പല യൂത്ത് കോൺഗ്രസിലുള്ള പെൺകുട്ടികളും അതുപോലെ തന്നെ വനിതാ നേതാക്കളും ഒക്കെ പറഞ്ഞത്, ഞങ്ങളൊക്കെ ഒരുപാട് ആരാധിച്ചിരുന്ന പല ബിംബങ്ങളും ഒക്കെ തകർന്നടിഞ്ഞു എന്നാണ് പറഞ്ഞത്. പല വിഗ്രഹങ്ങളും ഒക്കെ തകർന്നടിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ വിഗ്രഹങ്ങളിലൊക്കെ പെടുന്ന ഒരാളാണ് ഈ ഷാഫി പറമ്പിലും ഒക്കെ. ഇനി അരുൺകുമാറിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതായത് അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ അറിയാലോ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ വഴിയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി ആ പെൺകുട്ടിയെ ഈ പറയുന്നത് പോലെ വലിയ രീതിയിൽ തന്നെ ഭീഷണിപ്പെടുത്തുന്ന, ആ പെൺകുട്ടിയോട് അബോർഷൻ ചെയ്യണമെന്നൊക്കെ പറയുന്ന ഒരു ഓഡിയോ പുറത്തു വന്നത്. അപ്പോ ഇതൊക്കെ വ്യാജമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചില ഞരമ്പൻ ഫാൻസ് അസോസിയേഷനുകൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം ഈ ഒരു ആരോപണം, ഈ പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ നിഷേധിക്കാതെ മൗനം തുടരുന്ന സാഹചര്യത്തിൽ മൂപ്പരുടെയൊക്കെ ഈ സ്ഥിരം രംഗത്തിറക്കുന്ന കുറെ ഞരമ്പന്മാരുണ്ടല്ലോ, അവന്മാർ രംഗത്തേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ് പ്രതിരോധിക്കാൻ. ഇതൊക്കെ പെരുന്നുണയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എഴുതണം ഗുയിസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ എഴുതുന്ന ആളുകളെയൊക്കെ പോലീസ് പിടിക്കുന്നുണ്ട് ഗുയിസ്. എന്തായാലും നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് അരുൺകുമാർ ഗുയിസ്. എന്തായാലും അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. വ്യാജ സ്ക്രീൻഷോട്ടുമായി പഴയ വ്യാജ ID സംഘം ഇറങ്ങിയിട്ടുണ്ട്. എന്താ മോന്യൂസെ, ഫോട്ടോഷോപ്പ് ഒന്നും അത്ര പ്രൊഫഷണൽ ആവുന്നില്ലല്ലോ. DP പോലും കൃത്യമായി ക്രോപ്പ് ചെയ്യാൻ പറ്റാത്തവരാണല്ലോ. മോശം എന്ന് പറഞ്ഞ മോശം. ആകാശ് സ്റ്റീഫൻ, അനുരാജ്, പിന്നെ പ്രചരിപ്പിക്കുന്ന എല്ലാ പെർവേർട്ടുകൾക്കും കേസ് വരുന്നൂട്ടാ പാർക്കല എന്നാണ് എന്തായാലും അരുൺകുമാർ കുറിച്ചിട്ടുള്ളത്. നമുക്കിപ്പോ ആ സ്ക്രീൻഷോട്ട് കാണാം നമുക്ക് നമ്മുടെ ID-യിൽ. അപ്പൊ അതില് അരുൺകുമാർ ചോദിക്കുകയാണ്, അതാണ് പ്രശ്നം, അപ്പോ ഏത് MLA ആയതോ എന്ന് അതിന്റെ മറുവശത്തുള്ള ആള് ചോദിക്കുന്നു. അതെ, MLA ആയതും പോരാ, നമ്മളോട് കളിക്കാൻ നിന്ന തിരിച്ചു പണി കൊടുക്കണ്ടേ. അപ്പൊ മറ്റേ ആള് ചോദിക്കുകയാണ്, അപ്പൊ ഇതും അപ്പോ അരുൺകുമാർ നോ, അത് ഇതുപോലെ ഫാബ്രിക്കേറ്റഡ് അല്ല. അപ്പൊ മറ്റേ പുള്ളി പറയാണ്, അപ്പോ ഒറിജിനൽ കേസ് വിട്ട് ഫാബ്രിക്കേറ്റഡ് കേസിനെ ത്രില്ലുള്ളൂ എന്നാണോ? അപ്പോ നോ, അങ്ങനെയല്ല എന്ന് അരുൺകുമാർ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇയാളൊരു ആംഗ്രി ഒരു സ്റ്റിക്കറൊക്കെ ഇട്ടിട്ട് പിന്നെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അരുൺകുമാർ വാട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പുള്ളിയോടാണ്, ഇതുപോലെ തന്നെ ആയിരുന്നു അന്നത്തെ മുട്ടിൽ മരമുറി കേസ്. അപ്പൊ അരുൺകുമാർ ചിരിക്കുകയാണ്. അപ്പൊ ചിരിക്കല്ലേ, കാര്യം പറയൂ എന്ന ഒരു സ്ക്രീൻഷോട്ടാണ്, ഒരു വ്യാജ സ്ക്രീൻഷോട്ടാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ്, ഇത് AI ആണ്, ഇതൊക്കെ വ്യാജമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ സംഘം ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇയാൾ ഒരിക്കലും MLA ആകാൻ ഒരു സാധ്യതയുമില്ല എന്ന് അവർക്കറിയാം. പിന്നെ രാഹുൽ മാങ്കൂട്ടം മൂലം ജീവിച്ചു പോകുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകൾ, ഏത് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഈ മാലിന്യത്തെ, ഈ അശ്ലീല മാലിന്യത്തെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാണ് ഇപ്പോൾ ഇങ്ങനെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവരാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള പോസ്റ്റുമായി രംഗത്തേക്ക് വന്ന് ഇത്തരം വ്യാജ സ്ക്രീൻഷോട്ടുകളൊക്കെ പ്രചരിപ്പിച്ച് അരുൺകുമാറിനെ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന എല്ലാ മണിമുത്തുകൾക്കും, എല്ലാ മുത്തുമണികൾക്കും ഒരു കേസ് ഞാൻ കൊടുക്കുന്നത്, അവർക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട് കേട്ടോ മോളൂസെ എന്ന് തന്നെയാണ് അരുൺകുമാർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പാതിര കോഴിയൊക്കെ കൂട്ടിലിട്ട് വളർത്തുന്ന, അല്ലെങ്കിൽ പാതിര കോഴിയൊക്കെ ഈ രീതിയിലൊക്കെ ആഘോഷമാക്കി മാറ്റുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ. അതായത് നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ ഒരു സ്ത്രീക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു എന്നൊരു ചോദ്യം
പ്രസക്തമാണ്. ഇവരുടെയൊക്കെ വീട്ടിലുള്ള ആളുകൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരും ഈ പറയുന്നത് പോലെ വേട്ടക്കാരനെ ആഘോഷമാക്കുമോ എന്നൊക്കെ പോലും ചിന്തിച്ചു പോവാണ്. വേറെ വഴിയില്ല. കാരണം അത്തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ലല്ലോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള മോശമായിട്ടുള്ള പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത്. ഇപ്പൊ ഹണി ഭാസ്കറിനെതിരെ എന്താണ് കണ്ടത്? ഹണി ഭാസ്കറിന്റെ തലവെട്ടിയൊക്കെ മാറ്റി പല രീതിയിലുള്ള സംഭവങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹണി ഭാസ്കറിനെ വളരെ മോശമായ രീതിയിൽ അപകീർത്തിപ്പെടുത്തുകയാണ്. എന്നിട്ട് ഹണി ഭാസ്കർ എന്താണ് ചെയ്തത്? ഈ അപകീർത്തിപ്പെടുത്തിയിട്ടുള്ള എല്ലാവർക്കെതിരെയും ഈ പറയുന്നത് പോലെ കേസ് കൊടുത്തു, പരാതി കൊടുത്തതിന്റെ പേര് കേസെടുത്തു. ഇപ്പോഴത്തെ FIR ഇട്ടിരിക്കുന്നു. ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല റിനി എന്ന് പറയുന്ന ആ പെൺകുട്ടി, ആ മാധ്യമ പ്രവർത്തകർ നേരിടുന്ന എന്റെ പൊന്നു സമൂഹ മാധ്യമങ്ങളിൽ അവർ എത്ര മോശമായിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ? അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ്. അത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തുകയാണ്. എന്നാൽ അവർ നടത്തിയിട്ടുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ അത് തെറ്റാണെന്ന് ഈ ആരോപണ വിധേയം പറയുന്നില്ലല്ലോ. അത് വ്യാജമാണെന്ന് ആരോപണ വിധേയം പറയുന്നില്ലല്ലോ. അതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവം ഇതുവരെ പുറത്തേക്ക് വിടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ അവർ പരാതി നൽകിയിട്ടുണ്ടെന്ന് സതീശൻ സമ്മതിക്കുന്നുണ്ട്. അതായത് ഇനി പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് സതീശൻ പോലും സമ്മതിക്കുന്നുണ്ട്. അപ്പോ പുറത്തു വന്നത് മുഴുവൻ സത്യമാണെന്ന് പുറത്തേക്ക് വരുമ്പോൾ, പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ സത്യമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി എന്ന് കാണുമ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് പഴയ ഫേക്ക് ഐഡികൾ. ഇതൊക്കെ തന്നെയാണ് ഇവർ നിയമസഭാ ഇലക്ഷനിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇറക്കി പയറ്റുന്നത്. ഇത്തരം ഐഡികൾ ഇറക്കിയാണ് കോൺഗ്രസ് പലയിടങ്ങളിലുമൊക്കെ ഏത് നല്ല ഇമേജ് ഉള്ള പല നേതാക്കളെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുന്നത്. അതാണ് നമ്മൾ വടകരയിൽ കണ്ടത്, അതാണ് നമ്മൾ പലയിടങ്ങളിലുമൊക്കെ കണ്ടത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർത്തും മോശമായിട്ടുള്ള ഒരു സൈബർ ആക്രമണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. മാത്രമല്ല ഇയാൾക്കൊക്കെ വേണ്ടി ചൂട്ട് പിടിച്ച് നടക്കുന്ന നേതാക്കളെയൊക്കെ നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ. ഇവരുടെയൊക്കെ കയ്യിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ അധികാരം വല്ലതും അറിയാതെ ലഭിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബുദ്ധിയാണ്. അവർക്ക് ഏതാണ് നല്ലത്, ഏതാണ് കൊള്ളില്ലാത്തതെന്ന്, ഏതാണ് ശരി, ഏതാണ് തെറ്റെന്നൊക്കെ തിരിച്ചറിയാനുള്ള നല്ല വിവേകമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇനിയും ഈ സർക്കാർ തന്നെ തുടരട്ടെ എന്ന് അവർ തീരുമാനമെടുത്തത്. ഇനിയിപ്പോ എന്തായാലും കുറച്ചുകൂടി ജനങ്ങൾ വളരെ ധൈര്യത്തോടെ പറയും, എന്തായാലും ഈ സർക്കാർ തന്നെ തുടരട്ടെ, ഞങ്ങൾക്ക് ഇത് മതി, ഞങ്ങൾ ഇവിടെയാണ് സുരക്ഷിതർ എന്ന് അവർ എന്തായാലും ഉറപ്പിച്ച് പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഇയാളെ പോലെ ഒരു ഗജരാജ ഫ്രോഡിനെ, ഒരു ഗജരാജ ഉടായ്പിനെ നമ്മുടെ രാഷ്ട്രീയ കേരളം ഇതുവരെ കണ്ടിട്ടില്ല. നിലവിൽ കോൺഗ്രസിൽ ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒത്തിരി നല്ല നേതാക്കന്മാരുണ്ട്, നല്ല കഴിവുറ്റ നേതാക്കന്മാരുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. എങ്ങനെയായിരുന്നു? സമൂഹ മാധ്യമങ്ങൾ വഴിയായിരുന്നു, റീൽസ് വഴിയായിരുന്നു, അന്തി ചർച്ചകൾ വഴിയായിരുന്നു, പല രീതിയിലുള്ള PR വർക്കുകൾ വഴിയായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ അങ്ങനെ PR വർക്കിലൂടെയൊക്കെ വളർന്നു വന്ന ഒരാളുടെ പതനം അതാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഈ പറയുന്നത് പോലെ പാർട്ടിയുടെ എല്ലാമാണെന്ന് കാണിക്കാൻ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രമൊക്കെ എടുത്തിട്ടിട്ട് മൂപ്പര് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഞാനൊന്ന് വായിക്കാൻ കേട്ടോ. അത് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോവാം. പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു. സ്തുതി പാടിയവർ വിമർശകരായി. കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസ്സുകാരനാണ്. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ചിത്രമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനടിയിൽ മുഴുവൻ കോൺഗ്രസ്സുകാരൻ ഏകദേശം 21,000-ലധികം കമന്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ആ കമന്റുകൾ മുഴുവൻ ഇവനെ അങ്ങ് പൊങ്കാലിടുന്നതാണ്. നീ രാഹുൽ ഗാന്ധിയെ കാണിച്ചിട്ട് ഞങ്ങളെ ആക്കാൻ നിൽക്കല്ലേ എന്നാണ് പലരും പറയുന്നത്. 3 ദിവസമായില്ലേ, കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് ചില ആളുകൾ ചോദിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയെ കൊലയ്ക്ക് കൊടുത്തിട്ട് അവന്റെ ന്യായീകരണം എന്ന് പറയുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഇറങ്ങി പോടാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് പല നേതാക്കളും. എന്തായാലും രാഹുൽ മാങ്കൂട്ടമേ, ഇനി നിന്റെ ഉടായ്പ നടക്കുമെന്ന് തോന്നുന്നില്ല. നിന്റെ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ പോലും നിന്റെ സ്വഭാവം മനസ്സിലാക്കിയിരിക്കുന്നു. സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ പോലും നിന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. രാജിവെച്ച് ഇറങ്ങി പോടാ എന്ന് പറയുകയാണ്. ചെറ്റയെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ നിന്റെ മുഖത്ത് നോക്കി വിളിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും തുടരാൻ നിനക്ക് എന്ത് അവകാശം എന്ന് ആര് ചോദിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നിനക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും വളരെ ഗുരുതരമാണ്. ഇത്രയും ദിവസമായിട്ടും നിനക്ക് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ ഗജരാജ ഫ്രോഡാണ്. ഇനിയിപ്പോ നിഷേധിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിത്തിൻ സെക്കൻഡ് നമ്മൾ പ്രതികരിക്കുമല്ലേ? ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് മോനെ രാഹുൽ മാങ്കൂട്ടമേ, നീ അഭിനയിച്ച് ന്യായീകരിച്ച് മെഴുകാതെ കൂടുതൽ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാതെ ഇറങ്ങിപ്പോ മോനെ ദിനേശ എന്ന് തന്നെ ഇവിടെ പലരും പറയുന്നു. എന്നിട്ടും ഇയാളെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയും കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഇത്തരം കോഴികളെ സംരക്ഷിക്കുന്ന ആളുകൾ കൂടി ഇറങ്ങിപ്പോയി ഇവിടുന്ന് എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.